എന്തായാലും ഈ ഒരു വെക്കേഷൻ അടിപൊളിയായിട്ടുണ്ടെന്നൊക്കെ ജൂലിയെ പറയാണ്. അങ്ങനെ ഓരോരോ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അവൾ തിരിഞ്ഞു നോക്കുന്ന സമയത്ത് ഇപ്പൊ കായിനെ ആ ഒരു ഭാഗത്തൊന്നും കാണുന്നുണ്ടായിരുന്നില്ല. ആ ഒരു ഭാഗം മുഴുവനും ജൂലി ഇപ്പോ നമ്മുടെ കൈനെ തെരഞ്ഞു നോക്കുന്നുണ്ട്. എന്നാൽ എത്ര തെരഞ്ഞിട്ടും അവനെ കണ്ടുപിടിക്കാനായിട്ട് കഴിയുന്നുണ്ടായിരുന്നില്ല. ഇപ്പൊ നമ്മൾ കായ എവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവൻ ബീച്ചിന്റെ സൈഡിലേക്ക് വന്നിട്ടുണ്ട്. അവൻ അവിടുന്ന് പോവാനായിട്ട് തുടങ്ങുകയാണ്. പക്ഷേ അവിടുന്ന് പോവാനായിട്ട് അവന് തീരെ മനസ്സ് വരുന്നേ ഉണ്ടായിരുന്നില്ല ഇപ്പോ. എന്നാലും തീർച്ചയായിട്ടും ഞാനിപ്പോ തിരിച്ചു പോകേണ്ട സമയമായിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് കായ് ഇപ്പോ നേരെ ആ ഒരു ബീച്ചിലേക്ക് എടുത്ത് ചാടുകയാണ്. ഇവൻ വെള്ളത്തിൽ വീണ അതേ സമയത്ത് തന്നെ ഇവന് ചിറകുകളും അതുപോലുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്. അവനൊരു മെർമെയ്ഡ് ആയിരുന്നു. അവൻ വെള്ളത്തിലേക്ക് ചാടിയ സമയത്ത് തന്നെ വേറൊരു മെർമെയ്ഡ് വന്നിട്ട് അവനെ വിളിക്കുന്നുണ്ട്. നീ ഒരുപാട് ലേറ്റ് ആയിട്ടുണ്ട്, എന്തായാലും വേഗം വാന്ന് പറഞ്ഞിട്ട് അവനെ കൂട്ടി അവിടുന്ന് പോവാൻ തുടങ്ങുകയാണ്. ഇപ്പൊ അവനെ കൂട്ടാനായിട്ട് വന്നിട്ടുള്ള ആ ഒരു മെർമെയ്ഡിന്റെ കൂടെ അവനും വെള്ളത്തിന്റെ ഉള്ളിലേക്ക് പോവാണ്. ഈ ഒരു കടലിന്റെ അടിത്തട്ടിലായിട്ട് വലിയൊരു പോർട്ടൽ ഉണ്ടായിരുന്നു. എന്നാൽ ഈ ഒരു പോർട്ടലിന്റെ അടുത്തെത്തിയ സമയത്ത് പോലും അവന്റെ മനസ്സ് ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിരുന്നു. ഒന്നും നോക്കാതെ തിരിച്ച് ജൂലിയുടെ അടുത്തേക്ക് തന്നെ പോയാലോ എന്ന് അവനിപ്പോ ആലോചിക്കുകയാണ്. എന്നാൽ ഇവനെ കൂട്ടാൻ വന്നിട്ടുള്ള അവന്റെ ചേച്ചി വീണ്ടും അവനെ വിളിക്കുകയാണ്. ഇപ്പോ വേറൊരു രക്ഷയില്ലാത്തതുകൊണ്ട് തന്നെ അവൻ ആ ഒരു പോർട്ടലിന്റെ ഉള്ളിലേക്ക് കയറുന്നുണ്ട്. ഇവർ ഈ ഒരു പോർട്ടലിന്റെ ഉള്ളിലേക്ക് കയറിയ സമയത്ത് തന്നെ ആ ഒരു പോർട്ടൽ ടോട്ടലായിട്ട് ലോക്ക് ആവാണ്. ഈ ഒരു പോർട്ടലിന്റെ മറു സൈഡിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ മെർമെയ്ഡ്സിന്റെ മാത്രം ഒരു വിശാലമായ ലോകം ഉണ്ടായിരുന്നു. കായും അവന്റെ ചേച്ചിയും കൂടിയിട്ട് ഒരു പ്രത്യേക ഭാഗത്തേക്ക് എത്തുകയാണ്. അവിടെയാണ് ഇവരുടെ ഫാമിലി ജീവിക്കുന്നത്. ഇപ്പൊ കായിന്റെ സിസ്റ്റർ പറയാണ്, ഇപ്പോഴെങ്കിലും നമ്മൾ വന്നത് നന്നായി, ഇവിടെയൊന്നും നമ്മുടെ അമ്മേനെ കാണുന്നില്ല, അവരെങ്ങാനും ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും നല്ല രീതിക്ക് വഴക്ക് കേട്ടാനെ. കായിപ്പോ അവന്റെ ചേച്ചീന്റെ അടുത്ത് ഞാനിപ്പോ വരാന്ന് പറഞ്ഞിട്ട് വീണ്ടും ആ ഒരു പോർട്ടലിന്റെ അടുത്തേക്ക് തന്നെ തിരിച്ചു വരികയാണ്. അവിടുന്ന് ആ ഒരു പോർട്ടൽ കടന്നിട്ട് വീണ്ടും പുറത്തേക്ക് പോകാൻ പറ്റുമെന്ന് അവനിപ്പോ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നാൽ ആ ഒരു പോർട്ടൽ ഈ ഒരു സമയപ്പോഴത്തേക്കും മുഴുവനായിട്ട് ലോക്ക് ആയിട്ടുണ്ടായിരുന്നു. അവിടുന്ന് ഇവന് പുറത്തേക്ക് പോകാനായിട്ട് കഴിയുന്നേ ഉണ്ടായിരുന്നില്ല. ഇപ്പൊ നമ്മൾ കരയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ജാക്കിന് കായ് അവിടെ കളഞ്ഞിട്ട് പോയിട്ടുണ്ടായിരുന്ന ആ ഒരു ശങ്കില്ലേ, അത് നമ്മുടെ ജാക്കിന് കിട്ടുകയാണ്. ഈ ഒരു ശങ്ക് കണ്ടപ്പോ തന്നെ നമ്മുടെ ജാക്കിന് ഒരുപാട് സന്തോഷമാവുന്നുണ്ട്. ഇപ്പൊ പിറ്റേ ദിവസം രാവിലെ ആയിട്ടുണ്ട്. ഹന്ന എണീറ്റ് വന്നിട്ട് ഇനി വരാൻ പോകുന്ന 3 ദിവസവും ഭയങ്കരമായിട്ട് എന്നെ എൻജോയ് ചെയ്യണം, അടിച്ച് പൊളിക്കണം എന്നൊക്കെ ആ ഒരു ജനലിന്റെ അവിടെ വന്നിട്ട് വിളിച്ചു കൂവുകയാണ്. ഇതിനുശേഷം അവളുടെ കൂട്ടുകാരികളൊക്കെ ചവിട്ടി എണീപ്പിക്കുന്നുണ്ട് അവള്. എന്നാൽ ഈ ഒരു സമയത്ത് തന്നെ ജൂലിയ ഭയങ്കര ഡിപ്രഷൻ അടിച്ച് കിടക്കുന്നതാണ് ഇവര് കാണുന്നത്. എന്താ നിനക്ക് പറ്റിയത്, ഇന്നലെ രാത്രി ഒരു കുഴപ്പമില്ലായിരുന്നല്ലോ, എണീറ്റ് വാന്നൊക്കെ പറഞ്ഞിട്ട് ഇവര് ജൂലിയനെ വിളിക്കുന്നുണ്ട്. കായും ഞാനും കൂടിയിട്ട് ഇന്നലെ രാത്രി ഡേറ്റിങ്ങിന് പോയിട്ടുണ്ടായിരുന്നു. എന്നാൽ എന്നോടൊരു വാക്ക് പോലും പറയാതെ അവൻ എന്നെ വിട്ടിട്ട് പോയി. അവനെ എനിക്ക് ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. അവനില്ലാതെ എനിക്ക് ഇവിടെ ഒരു നിമിഷം പോലും നിൽക്കാനായിട്ട് തോന്നുന്നില്ല. അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് കരയാണ്. ഇപ്പോ ഇവളുടെ ഈ ഒരു സങ്കടം തീർക്കാൻ വേണ്ടിയിട്ട് അവളുടെ കൂട്ടുകാരികളും ശ്രമിക്കുന്നുണ്ട്. ഇവരുടെ ഹോട്ടൽ റിസപ്ഷനിൽ ഡിയാഗോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളുണ്ടായിരുന്നു. അവനെ വിളിച്ചിട്ട് ഐസ്ക്രീം കൊണ്ടുവരാനായിട്ട് പറയാണ്. ആ ഒരു ഐസ്ക്രീം നമ്മുടെ ജൂലിയക്ക് കൊടുത്തിട്ട് അവളൊന്ന് ഹാപ്പി ആക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഈ ഒരു ഐസ്ക്രീമും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട് ജൂലിയ മെല്ലെ മെല്ലെ ആ ഒരു ഡിപ്രഷനും കാര്യങ്ങളൊക്കെ കളഞ്ഞിട്ട് വീണ്ടും ഹാപ്പി ആവുകയാണ്. അങ്ങനെ പല പല കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഫ്രണ്ട്സ് നമ്മുടെ ജൂലിയനെ ഒന്ന് ഓക്കെ ആക്കി എടുക്കുന്നുണ്ട്. എന്നാലും അവളുടെ മനസ്സിൽ ആ ഒരു സങ്കടം ഉണ്ടായിരുന്നു. അവളിപ്പോ ചെറുതായിട്ടൊന്ന് കരയുന്നുണ്ട്. അവളുടെ കണ്ണിന്ന് ആ ഒരു കണ്ണീര് അവളുടെ മേത്ത് വന്ന് വീഴാണ്. എന്നാൽ ഈ ഒരു കണ്ണീര് വീണ അതേ സമയത്ത് തന്നെ ആ ഒരു കണ്ണീര് പിങ്ക് കളറിലേക്ക് മാറുന്നുണ്ട്. മാർത്തയാണെന്നുണ്ടെങ്കിൽ ഫോക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സർഫറിനെ മീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവരുടെ